ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ സ്റ്റഡി സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ റെക്കോർഡഡ് വീഡിയോ യൂട്യൂബിൽ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മൾ എഫേസ് ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും ആ വാക്യങ്ങൾ തന്നെ നമ്മൾ മടങ്ങി വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ വാക്യങ്ങൾ നമുക്കൊരിക്കൽ കൂടെ വായിക്കാം. എഫേസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ 9-ാം വാക്യമാണ് ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. രക്ഷയ്ക്ക് പ്രവൃത്തികൾ കാരണമല്ല എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാനായിട്ട് ആരംഭിച്ചത്. ദൈവവചനത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രി പിന്നെയും ആ ചിന്തകൾ അല്പം കൂടെ മുൻപോട്ട് കൊണ്ടുപോയി അത് ഉപസംഹരിക്കുവാൻ, കൺക്ലൂഡ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, നമ്മുടെ രക്ഷ, നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ അത് പ്രവൃത്തിയാൽ അല്ല എന്നുള്ളതിൻ്റെ ചില തെളിവുകൾ വേദവാക്യങ്ങളിൽ നിന്ന് നമ്മളെ കഴിഞ്ഞ ആഴ്ച പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് രാത്രി വീണ്ടും നമ്മൾ 1-2 ദൈവവചന ഭാഗങ്ങളിലേക്കൂടെ കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? 3-4-5 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു: എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ രക്ഷിതാവായ ദൈവം, നമ്മൾ അതൊക്കെ മുൻപ് വിശദമായിട്ട് ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്, അവനാണ് നമ്മുടെ രക്ഷിതാവ്. ആ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, ഇപ്പോൾ ദൈവത്തിന് നമ്മോട് ദയ തോന്നി, പ്രീതി തോന്നി, സ്നേഹം തോന്നി. എഫേസ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത് അത് തന്നെയാണ്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം, നമ്മളത് വിശദമായിട്ട് ചിന്തിച്ചതാണ്. അപ്പം എഫേസ് ലേഖനത്തിൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ മഹാസ്നേഹത്താൽ സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ, തീത്തോസിൻ്റെ ലേഖനത്തിലൂടെ നമ്മൾ വായിക്കുകയാണ് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ, അത് വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ ദയയും ദൈവത്തിന് മനുഷ്യനോടുള്ള പ്രീതി, സ്നേഹവും അത് വെളിപ്പെട്ടപ്പോൾ അവൻ എന്തു ചെയ്തു? അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നോക്കൂ, ഇവിടെയും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത നീതിപ്രവൃത്തികൾ നിമിത്തമല്ല.
നാം എന്തെങ്കിലും നീതിപ്രവൃത്തികൾ ചെയ്തത് കൊണ്ടല്ല ദൈവം നമ്മെ എന്ത് ചെയ്തത്, രക്ഷിച്ചത് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചത് നാം ചെയ്ത ഏതെങ്കിലും നീതിപ്രവൃത്തികൾ കാരണം അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ്? തൻ്റെ കരുണപ്രകാരമത്രേ ദൈവം നമ്മെ രക്ഷിച്ചത്. എന്നിട്ട് അതിൻ്റെ താഴേക്ക് അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടത് എങ്ങനെയാണ്? കൃപയാൽ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, കൃപയാലെങ്കിൽ പ്രവൃത്തിയാൽ അല്ല, പ്രവൃത്തിയാലാണെങ്കിൽ കൃപയാൽ അല്ല, നമ്മൾ പറഞ്ഞു. അപ്പം നീതീകരിക്കപ്പെട്ടത് കൃപയാലാണ്. അങ്ങനെ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന്. അപ്പം ആ നീതീകരിക്കപ്പെട്ടപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രത്യാശയുണ്ട്. എന്താണ് ആ പ്രത്യാശ? നിത്യജീവൻ നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശ. അപ്പം ആ പ്രത്യാശ പ്രകാരം ആ നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പം ദൈവം നമ്മെ രക്ഷിച്ചത് എങ്ങനെയാണ് എന്നവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ്? തൻ്റെ കരുണപ്രകാരം. 1, തൻ്റെ കരുണപ്രകാരം. 2, പുനർജനന സ്നാനം കൊണ്ട്. 3, യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ ആരാക്കി തീർത്തു? നമ്മെ പുതുക്കി, നമ്മെ നവീകരിച്ചു. പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിച്ചു, അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു, ഇതാ സകലവും പുതിയതായിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിക്കുകയാണ്, പുതുതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഒന്നും നമ്മളെന്തെങ്കിലും ചെയ്തതായിട്ട് പറയുന്നില്ല. എന്താണ്? ദൈവത്തിൻ്റെ ദയയാൽ, ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ, പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ടും. അപ്പം അവിടെ ഒരു സംശയം വരും, അവിടെ സ്നാനം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ലേ എന്നുള്ളൊരു സംശയം വരും. അപ്പം ആ സംശയത്തിൻ്റെ ആവശ്യമില്ല. കാരണം 5-ാം വാക്യം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നാം ചെയ്ത നീതിപ്രവൃത്തികൾ നിമിത്തം അല്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനമെന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയായിട്ട് കണക്കാക്കുന്നില്ല. പലപ്പോഴും നമ്മൾ സ്നാനത്തെക്കുറിച്ച് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കുക എന്നുള്ള രീതിയിൽ, ഒരു കൽപ്പന അനുസരിക്കുന്ന ഒരു രീതിയിൽ നമ്മൾ സ്നാനത്തെക്കുറിച്ച് പറയാറുണ്ട്. പക്ഷെ ഈ വാക്യങ്ങൾ നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, സ്നാനത്തെ പുതിയ നിയമം ഒരു പ്രവൃത്തിയായി പരിഗണിക്കുന്നില്ല. അത് കൽപ്പന അനുസരിക്കുക എന്നുള്ള കൺസെപ്റ്റ് അല്ല അവിടെ. അത് കൽപ്പനയ്ക്ക് അനുസരിക്കത്തക്ക രീതിയിൽ നാം ചെയ്യുന്ന ഒരു നീതിപ്രവൃത്തി അല്ല സ്നാനം എന്ന് ഈ വാക്യം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. കാരണം അതിൻ്റെ 5-ാം വാക്യം പറഞ്ഞു, നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല എന്ന് പറഞ്ഞിട്ട് സ്നാനം കൊണ്ട് എന്ന് പറയുമ്പോൾ സ്നാനം ഒരിക്കലും നീതിപ്രവൃത്തി അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. പിന്നെന്താണ് സ്നാനം? പുതിയ നിയമം മൊത്തത്തിൽ നാം പഠിക്കുമ്പോൾ, അത് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ വരുമ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇതാണ്: സ്നാനമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല, വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണെന്ത് സ്നാനമെന്ന് പറയുന്നത്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, യേശു ഇന്നു മുതൽ എൻ്റെ കർത്താവും രക്ഷിതാവുമാണ് എന്ന് ഞാൻ പരസ്യമായി ഏറ്റുപറയുന്ന, പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രക്രിയയാണെന്ത് സ്നാനമെന്ന് പറയുന്നത്. അത് വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് സ്നാനമെന്ന് പറയുന്നത്. അല്ലാതെ സ്നാനം ഒരിക്കലും ഒരു പ്രവൃത്തിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും
പ്രവൃത്തിയാൽ രക്ഷയ്ക്ക് പ്രവൃത്തി കൂടെ കാരണമാണ് എന്ന് പഠിപ്പിക്കുന്നവർ സ്നാനത്തെ എടുത്ത് കാണിക്കാറുണ്ട്. സ്നാനപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സ്നാനത്തിലൂടെയല്ലേ രക്ഷ പൂർണ്ണമാകുന്നത് എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കുന്നു. പക്ഷേ പുതിയ നിയമം സ്നാനത്തെ ഒരു പ്രവൃത്തിയായി അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് തീത്തോസ് ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചത് നമ്മുടെ നീതിപ്രവൃത്തികൾ നിമിത്തം അല്ല, പിന്നെയോ അവൻ്റെ കരുണപ്രകാരം, അവൻ്റെ കൃപയാൽ, പുനർജനന സ്നാനം കൊണ്ട്, അതായത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം കൊണ്ട്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം കൊണ്ട്, പരിശുദ്ധാത്മാവ് നമ്മെ നവീകരിച്ചത് കൊണ്ട്, പുതുക്കിയത് കൊണ്ട്. ഇങ്ങനെയാണ് പ്രിയമുള്ളവരെ നാം രക്ഷിക്കപ്പെട്ടത്. നമുക്കൊരിക്കലും നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണ് രക്ഷിക്കപ്പെട്ടത് എന്ന് പറയാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. ഒരു ദൈവവചന ഭാഗത്തിലേക്കൂടെ നമുക്ക് കടന്നു പോകണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, 10 വാക്യങ്ങൾ, അത് നമുക്കൊന്ന് വായിക്കണം. പെട്ടെന്ന് നമുക്ക് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ? അല്ല, വിശ്വാസമാർഗത്താൽ അത്രേ. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. അല്ല, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, ജാതികളുടെയും ദൈവം തന്നെ. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. വളരെ വ്യക്തമായിട്ട് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. പ്രവൃത്തിയാൽ അല്ല എന്നുള്ളതാണ് അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും എന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്, ആരും എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡമെന്നുള്ള വാക്ക് മലയാളത്തിൽ ഒരല്പം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന വാക്കാണത്. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാൽ ആരും അവൻ്റെ സന്നിധിയിൽ, ആരുടെ സന്നിധിയിൽ? ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ പ്രവൃത്തികളെ കാണിച്ച് നിങ്ങൾ നീതിമാനാണെന്ന് സമർത്ഥിക്കുവാനോ അഭിനയിക്കുവാനോ ഒക്കെ കഴിയുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പ്രവൃത്തികളാൽ ഒരിക്കലും നീതീകരിക്കപ്പെടാനായിട്ട് കഴിയില്ല. നമ്മൾ ആ ഭാഗമൊക്കെ വിശദമായിട്ട് മുൻപ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോകൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കാണാം. അപ്പം ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അപ്പം കൽപ്പന അനുസരിക്കുന്നതിലൂടെ നീതീകരണം അല്ലെങ്കിൽ രക്ഷയല്ല നമുക്ക് തരുന്നത്. കൽപ്പന നാം ലംഘിക്കുന്നതിലൂടെ പാപത്തെക്കുറിച്ചുള്ള അറിവാണ് നമുക്ക് തരുന്നത്. നമ്മുടെ പ്രത്യേകത ഇതാണ്: നമുക്ക് കൽപ്പനകൾ ഒരിക്കലും അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അനുസരിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെ
ഓരോ കൽപ്പനകളും നമ്മൾ പഠിക്കുമ്പോൾ ആ കൽപ്പനകൾ നമ്മെ നീതീകരിക്കുകയല്ല ചെയ്യുന്നത്, നീ പാപിയാണെന്ന് നിന്നെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് കൽപ്പനകളുടെ പ്രത്യേകത. കാരണം ഒരു വ്യക്തിക്ക് പോലും എല്ലാ കൽപ്പനകളും അനുസരിക്കാനായിട്ട് കഴിയുകയില്ല. കൽപ്പനകൾ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ആർക്കും അനുസരിക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം കൽപ്പനകൾ നമ്മൾ കാണുമ്പോൾ, അതനുസരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് അഭിനയിക്കാനായിട്ട് കഴിയുമെങ്കിലും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് പരമാർത്ഥമായിട്ട് പറയാനായിട്ട് കഴിയുന്നത്, ഞാൻ ഈ കൽപ്പനകൾ എനിക്ക് അനുസരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനൊരു പാപിയാണ്. ആ പാപബോധമാണ് കൽപ്പനകൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് 21-ാം വാക്യത്തിൽ അങ്ങനെ നിൽക്കുന്ന മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, പ്രവർത്തിക്കുന്നതല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ. ഏത് നീതി? ദൈവത്തിൻ്റെ നീതി. അതെങ്ങനെ വെളിപ്പെടും? യേശുക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ, അതായത് കൽപ്പനകളുടെ അനുസരണം കൂടാതെ അല്ലെങ്കിൽ പ്രവർത്തികൾ കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുക, 22-ാം വാക്യത്തിൽ പറയുക, ന്യായപ്രമാണവും പ്രവാചകന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നു. ഏതിന്? കൽപ്പന പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം മാത്രമേ വരുത്തുകയുള്ളൂ എന്നും കൽപ്പനകൾക്ക് നമ്മെ നീതീകരിക്കാനായിട്ട് കഴിയുകയില്ലെന്നും നമ്മെ നീതീകരിക്കുന്നത് വിശ്വാസത്താലാണെന്നുള്ളതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം വഹിക്കുന്നു. നമ്മൾ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ പാപത്തെ വെളിപ്പെടുത്തുന്നു. പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ന്യായപ്രമാണം ലഭിച്ച ജനം അവർ അതനുസരിക്കാൻ കഴിയാതെ അത് ലംഘിച്ച പാപികളായി തീർന്ന ചരിത്രമാണ് പ്രവാചക പുസ്തകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരിക്കലും കൽപ്പന അനുസരിക്കുന്നതിലൂടെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെപ്പോലും നമുക്ക് വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ കാണാനായിട്ട് കഴിയുന്നില്ല, അങ്ങനെ കഴിയുകയുമില്ല. അതാണ്. എന്നിട്ട് പറയുക, 23-ാം വാക്യം പറയുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും, വിശ്വാസികളും പാസ്റ്റർമാരും അച്ഛന്മാരും മെത്രാന്മാരും എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായിത്തീർന്നു. എന്ന് ഞാനൊരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ദൈവവചനം അനുസരിക്കാത്ത ഒറ്റ കുഞ്ഞുങ്ങളെ ഞാൻ എൻ്റെ സഭയ്ക്കകത്ത് കയറ്റില്ല, ഞാൻ എൻ്റെ സഭയ്ക്കകത്ത് വച്ചുകൊണ്ടിരിക്കുകയില്ല, അവരെ ഞാൻ തൂക്കിയെടുത്ത് പുറത്ത് കളയുമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പാസ്റ്റർക്ക് ആ സഭയ്ക്കകത്ത് കയറാനായിട്ട് പറ്റില്ല. കാരണം നമ്മൾ ആരും തികഞ്ഞവരല്ല. വിശ്വാസികൾ അവർ ഒരു കൽപ്പന ലംഘിക്കുന്നു, നമ്മൾ മറ്റൊരു കൽപ്പന ലംഘിക്കുന്നു. പാസ്റ്റേഴ്സ് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും ദൈവ തേജസ് നഷ്ടപ്പെട്ടു പാപം ചെയ്ത്. എന്നിട്ട് 24-ാം വാക്യത്തിൽ പറയുക, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നാം നീതീകരിക്കപ്പെടുന്നത്. നാം നീതീകരിക്കപ്പെടുന്നത് കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ. നമ്മൾ ആ വാക്ക് വിശദമായിട്ട് ചിന്തിച്ചതാ. കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടാണ് നാം രക്ഷിക്കപ്പെടുന്നത്, നീതീകരിക്കപ്പെടുന്നത്. 23-ാം വാക്യത്തിൽ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുക, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആരെ? ക്രിസ്തുവിനെ. ആരെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുമോ അവർക്ക് തൻ്റെ രക്തം മൂലം, യേശുവിൻ്റെ രക്തം മൂലം, യേശു ഒരു പ്രായശ്ചിത്തമാകേണ്ടതിന്, ആ പാപത്തിൻ്റെ പരിഹാരകനാകേണ്ടതിന്, പ്രായശ്ചിത്തമാകേണ്ടതിന് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്.
എന്താ പരസ്യമായി നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം അവനെ ഒരു സഭാ ഹോളിനകത്ത് രഹസ്യമായിട്ടല്ല നിർത്തിയിരിക്കുന്നത്, സകല മനുഷ്യർക്കും കാണത്തക്ക രീതിയിൽ യേശുവിനെ ദൈവം പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഓർക്കുക, യേശു ക്രൂശിക്കപ്പെട്ടത് ഒരു പള്ളിക്കകത്തോ സഭയ്ക്കകത്തോ സഭാ ഹോളിനകത്തോ അല്ല. ആയിരുന്നെങ്കിൽ അവൻ അവർക്കു വേണ്ടി മാത്രം ക്രൂശിക്കപ്പെട്ടു എന്ന് പറയപ്പെട്ടേനെ. എന്നാൽ യേശു യെരുശലേം നഗരവാതിലിന് പുറത്ത് ആ തെരുവീഥിയുടെ വശത്ത് ഉള്ള ഗോൽഗോഥ എന്ന ഒരു ചെറിയൊരു കുന്നിൻ മുകളിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ അല്ലേ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ആ വാക്യം ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നോക്കൂ, റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചു, ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എന്തിന്? വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-15 നമ്മൾ വായിച്ചു, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ. നമുക്കറിയാം, അവനൊരു വലിയ തൂണുണ്ടാക്കിയിട്ട് ആ തൂണിൻ്റെ മുകളിലാണ് ആ താമ്ര സർപ്പത്തെ അവൻ ഉയർത്തിയത്. എന്തിനാണ്? ആ പാളയത്തിനകത്ത് എവിടെ നിൽക്കുന്നയാൾക്കും സർപ്പത്തിൻ്റെ കടിയേറ്റാൽ അവിടെ നിന്നുകൊണ്ട് ആ സർപ്പത്തെ നോക്കാനായിട്ട്, ഉയർത്തിയിരിക്കുന്ന താമ്ര സർപ്പത്തെ നോക്കാനായിട്ട് കഴിയും. അതുപോലെ ലോകത്തിൻ്റെ ഏത് വൻകരയിൽ നിന്നുകൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് യേശുവിലേക്ക് നോക്കാൻ, യേശുവിൽ വിശ്വസിക്കാനായിട്ട് കഴിയും. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, സകല ഭൂസീമാവാസികളുമായുള്ളവരെ അവങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ എന്ന് നമ്മൾ വായിക്കുകയാണ്. ഭൂമിയുടെ അറ്റം വരെ പാർക്കുന്ന എല്ലാ മനുഷ്യർക്കും നോക്കത്തക്ക രീതിയിൽ യേശുവിനെ ദൈവം പരസ്യമായിട്ട് നിർത്തിയിരിക്കുക. യേശുവിൻ്റെ ക്രൂശുമരണം ഒരു രഹസ്യമല്ല. യേശുവിൻ്റെ ക്രൂശുമരണം ഒരു മറവിടത്തിൽ നടന്ന കാര്യമല്ല. അത് പരസ്യമായിട്ട് നടത്തിയതാണ്. ഇന്നും ഈ സുവിശേഷ പ്രസംഗങ്ങളിലൂടെയും ദൈവോചന പഠനങ്ങളിലൂടെയും അത് ദൈവം പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അവനെ പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. എന്തിന്? അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമാകേണ്ടതിന്, അവനിൽ വിശ്വസിക്കുന്നവർ അവൻ മുഖാന്തരം നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. എന്നിട്ട് പറയുക, ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന് ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. എന്തിനാ ദൈവം അങ്ങനെ ചെയ്തത്? തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ. എങ്ങനെ? താൻ നീതിമാനാകേണ്ടതിന്. എന്താ ദൈവത്തിൻ്റെ നീതി? ഞാൻ പറഞ്ഞു, കൽപ്പനകൾ ഒരിക്കലും നമ്മെ രക്ഷിപ്പാൻ പര്യാപ്തമല്ല. കാരണം ഈ ലോകത്തിൽ ഒരു മനുഷ്യന് പോലും കൽപ്പനകൾ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ കഴിയില്ല. അങ്ങനെ നമുക്ക് കഴിയാത്ത ഒരു കൽപ്പനയുടെ പേരിൽ നമ്മെ ദൈവം അനീതിയുള്ളവനായിട്ട് അല്ലെങ്കിൽ പാപിയായിട്ട് നമ്മെ ശിക്ഷിച്ചാൽ അത് ദൈവത്തിൻ്റെ നീതിയല്ല. കാരണം നമുക്ക് കഴിയാത്തത് കൊണ്ടാണ് നാം അത് ചെയ്യാത്തത്.
എന്നാൽ ദൈവത്തിന് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കണം. അതിനുവേണ്ടി ദൈവം പറഞ്ഞു, പ്രവൃത്തിയാലല്ല, നിങ്ങൾ യേശുവിലേക്ക് നോക്കിയാൽ മതി, യേശുവിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം പാപം ചെയ്ത് അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നീതീകരിക്കപ്പെടാനായിട്ടുള്ള വഴിയുണ്ട്. നിങ്ങൾ യേശുവിലേക്ക് നോക്കിയാൽ മതി, യേശുവിൽ വിശ്വസിച്ചാൽ മതി, യേശുവിൽ ആശ്രയിച്ചാൽ മതി. അതിലൂടെ ദൈവം തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അവൻ യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടതിന്. നോക്കൂ, അവൻ നീതീകരിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരെയാണ്, പ്രവൃത്തി മൂലമല്ല, വിശ്വാസം മൂലം. എന്നിട്ട് 27-ാം വാക്യത്തിൽ പറയുക, ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. എഫേസ്യ ലേഖനം 2:9 വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികൾ കാരണമല്ല. പ്രശംസ പോയി. ഇനി പ്രശംസയില്ല. എന്താ പ്രശംസ? സ്വർഗത്തിൽ ചെന്നിട്ട്, കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ശരിയാ, എന്നാൽ നീ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രമല്ല ഞാനിവിടെ എത്തിയത്, ഞാൻ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടുകൂടെയാണ് ഞാനിവിടെ എത്തിയത് എന്ന് ആർക്കും പ്രശംസിക്കാനായിട്ട് കഴിയില്ല. അവിടെ ചെല്ലുമ്പോൾ നാം എല്ലാവരും ഏറ്റു പറയാൻ പോകുന്നത് ഇതാണ്, കുഞ്ഞാടെ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ സകല ഭാഷകളിലും ജാതികളിലും വംശങ്ങളിലും ഉള്ളവരെ വിലയ്ക്കു വാങ്ങി നിന്റെ പിതാവിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടത് കൊണ്ട്, അവൻ്റെ രുധിരം, അവൻ്റെ രക്തം നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി വിലയായി നൽകിയത് കൊണ്ട്. അതാ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പ്രശംസ പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ. കർമ്മമാർഗമാണെങ്കിൽ അവിടെ പ്രശംസിക്കുവാൻ നമുക്ക് വകയുണ്ട്. എന്നാൽ ദൈവം ആ മാർഗം എടുത്തു കളഞ്ഞ് വിശ്വാസമാർഗമാക്കി വെച്ചു. 28-ാം വാക്യത്തിൽ പറയുക, അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു, നാം അറിയുന്നു. എന്താ അറിയുന്നത്? മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അറിയുന്നു. 29-30 വാക്യങ്ങളിൽ ചോദിക്കുക, അല്ല, ദൈവം യഹൂദന്മാരുടെ മാത്രം ദൈവമോ? ജാതികളുടെയും ദൈവമല്ലയോ? അതെ, അവൻ ജാതികളുടെയും ദൈവമാകുന്നു. ദൈവമേകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. യഹൂദനെയും വിജാതീയരെയും ഒരുപോലെ വിശ്വാസത്താൽ നീതീകരിക്കുന്ന ദൈവം. യഹൂദന്മാർക്ക് ന്യായപ്രമാണമുണ്ട്, എന്നാൽ അവർക്കും നീതീകരിക്കപ്പെടാൻ ന്യായപ്രമാണമല്ല മുഖാന്തരം, വിശ്വാസത്താൽ. യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ, യേശുവിൽ ആശ്രയിക്കുന്നതിനാൽ. പ്രിയമുള്ളവരെ, എഫേസ്യ ലേഖനത്തിലെ ആ വാക്യം ഒരിക്കൽ കൂടെ ഞാനൊന്ന് വായിക്കട്ടെ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണം അല്ല. നാം രക്ഷിക്കപ്പെട്ടത് പ്രവൃത്തികളാലല്ല, പ്രവൃത്തി അതിന് കാരണമല്ല. രക്ഷയ്ക്ക് പ്രവൃത്തി ഒരിക്കലും കാരണമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയം ആ ദൈവത്തോടുള്ള നന്ദിയാൽ നിറയപ്പെടുകയാണ്. കാരണം പ്രവൃത്തികൾ കൂടാതെ വിശ്വാസത്താൽ നമ്മെ രക്ഷിച്ച ആ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കൃപ എത്ര വലിയത്, ദൈവത്തിൻ്റെ മനസ്സലിവ് എത്ര വലിയത്. ഓ ഹല്ലേലൂയ! ഇതൊരു പാട്ടുകാരൻ പാടിയത്, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ.
ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയത്, എത്ര വലിയത്. ഹല്ലേലൂയ. ആകയാൽ ഈ രക്ഷ നമുക്ക് സൗജന്യമായി പ്രവൃത്തികൾ കൂടാതെ അവൻ നൽകിയതോർത്ത് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി പ്രവർത്തന നിരതമായിരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം പ്രകടിപ്പിക്കപ്പെട്ടത് നമ്മുടെ രക്ഷയിലാണ്, നമ്മെ രക്ഷിച്ചതിലാണ്. ഒരിക്കലും അത് നമ്മുടെ രോഗം മാറ്റുന്നതിലോ, നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നതിലോ, നമ്മുടെ കടഭാരം മാറ്റുന്നതിലോ, ഭൗതിക വിഷയങ്ങൾക്ക് വിടുതൽ തരുന്നതോ അല്ല ആ ശക്തി. രക്ഷപ്പെടുവാൻ സ്വയശക്തിയാൽ കഴിയാതെ കൽപ്പനകളുടെ മുമ്പിൽ പാപബോധവുമായിട്ട് തലകുനിച്ച് നിന്ന് നമ്മെ രക്ഷിക്കാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ, ആർക്കും ശക്തിയില്ലാതിരുന്നപ്പോൾ, എല്ലാവർക്കും അസാധ്യമായ ആ കാര്യം നിർവഹിച്ചതാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പമെന്ന് പറയുന്നത്. രാത്രിയിൽ ആ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ ശക്തി അവൻ നമ്മുടെ മേൽ പ്രകടിപ്പിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.